എന്തായാലും പോറ്റി അവിടെ വന്നത് ഈ കണ്ഠര് രാജീവ് മുഖേനയാണ്. അവിടെ നിന്ന് അതിന് സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് പകരം സ്വർണം കുറച്ചൊക്കെ പൂശി കൊണ്ടുവന്ന് വെച്ചു എന്നൊക്കെയുള്ള വസ്തുതകൾ പുറത്ത് വന്നല്ലോ. അതൊക്കെ തന്ത്രിയുടെ അറിവില്ലാതെ നടക്കില്ല. ഇത് കൊണ്ടുപോകാൻ പറ്റില്ല, തടയാമായിരുന്നു അങ്ങേർക്ക്. അത് അങ്ങേരുടെ ജോലിയുടെ ഭാഗമാണ്. അത് ചെയ്തില്ല. അതെന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്ന് അദ്ദേഹം ഇനി കോടതി പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ഒരു അനുവാദമില്ലാതെ അവിടുന്ന് ഇതൊന്നും കടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. ആ അനുവാദം എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ള ഒരു വിശദീകരണം SIT കോടതിയിൽ അത് കൊടുക്കേണ്ടിയും വരും. എന്ത് നേട്ടത്തിനാണ് അനുവാദം കൊടുത്തത്? അത് ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ സർക്കാർ പറഞ്ഞല്ല, ദേവസ്വം മന്ത്രി പറഞ്ഞതിൻ്റെ പേരിലാണ് എന്ന് അയാൾ മൊഴി കൊടുക്കണമല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവണം എന്ന് ഞാൻ കരുതുന്നത്. സർക്കാർ എങ്ങനെയാണെങ്കിലും ഇപ്പം പ്രതിരോധത്തിലാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സർക്കാരിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരൊക്കെ പലരും അറസ്റ്റ് ചെയ്തല്ലോ. ശബരിമല സ്വർണക്കൊള്ളയിൽ SIT നടത്തിയ നിർണായക നീക്കമായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ്. വെള്ളിയാഴ്ച പുലർച്ചെ SIT ഓഫീസിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിൽ ഉച്ചകഴിഞ്ഞാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശബരിമല സ്വർണക്കൊള്ള പുറത്തു വന്നതു മുതൽ സംശയ നിഴലിലുണ്ടായിരുന്ന പേരുകളിൽ ഒന്നായിരുന്നു കണ്ഠരര് രാജീവരുടേതും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നതായി മുൻ ദേവസ്വം പ്രസിഡന്റും കേസിലെ മറ്റൊരു പ്രതിയുമായ A. പത്മകുമാർ മൊഴി നൽകിയതോടെയാണ് കുരുക്കുമുറുകിയത്. സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ പങ്ക് സ്ഥിരീകരിക്കുന്ന കൃത്യമായ വിവരങ്ങൾ SITക്ക് ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്തത്. മുൻപ് 2 തവണ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും തന്ത്രി ചില അസൗകര്യങ്ങൾ അറിയിച്ചു. തുടർന്നാണ് വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. പോറ്റി സ്വർണ്ണ തട്ടിപ്പ് നടത്തിയ വിവരം തന്ത്രിക്ക് അറിയാമായിരുന്നുവെന്നുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. തന്ത്രപരമായ നീക്കമാണ് രാജീവരുടെ അറസ്റ്റിൽ അന്വേഷണ സംഘം നടത്തിയത്. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ പോലും തന്ത്രിയുടെ പേര് അല്ലെങ്കിൽ പങ്ക് കൃത്യമായി മറച്ചുവെക്കാൻ SIT ശ്രദ്ധിച്ചു. മുൻകൂർ ജാമ്യം തടയാനുള്ള നീക്കമായിരുന്നു ഇത്. ഉണ്ണികൃഷ്ണൻ പലപ്പോഴും നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിനായി തന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നതിനനുസരിച്ച് തന്ത്രി ഒത്താശ ചെയ്തുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. ഗൂഢാലോചനയിൽ കൃത്യമായ പങ്ക് തന്ത്രി കണ്ഠരര് രാജീവരന് ഉണ്ട് എന്നാണ് SIT പറയുന്നത്. സ്വർണക്കൊള്ളയിൽ തന്ത്രിക്ക് അറിവും സമ്മതവും ഉണ്ടായിരുന്നു. പത്മകുമാർ, തന്ത്രി കണ്ഠരര് രാജീവര്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവർ അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പലയിടത്തും ശുപാർശ ചെയ്തത് തന്ത്രിയാണ് എന്ന് ചില ക്ഷേത്രം ഭാരവാഹികളും SITക്ക് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദൈവതുല്യൻ തന്ത്രിയായിരുന്നു. ഈ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ ഒപ്പമുണ്ട്. സാർ, ഏറ്റവും പ്രസക്തമായ ചോദ്യം, ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ A. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ തന്ത്രി കണ്ഠരര് രാജീവരാണോ? അങ്ങനെ ഉറപ്പിക്കാമോ? അത് ഉറപ്പിക്കാറായിട്ടില്ല, എനിക്ക് തോന്നുന്നില്ല. അയാൾ പറഞ്ഞത്, പത്മകുമാർ പറഞ്ഞത് ദൈവതുല്യയിൽ ഒരാളാകാം. അങ്ങനെ തന്നെ ഉത്തരം കണ്ഠരര് പറയുകയും ചെയ്തല്ലോ. ദൈവതുല്യർ പലരും ഉണ്ട് എന്നാണ് അദ്ദേഹം അതിന് പ്രതികരിച്ചത് തന്നെ. എന്തായാലും നമുക്കതങ്ങനെ ഉറപ്പിക്കാറായിട്ടില്ല. കാരണം ഇതിനകത്ത് ഈ കണ്ഠരർക്ക് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള വിവരം ഇതുവരെ വെളിയിൽ വന്നിട്ടുമില്ല. ഈ അറസ്റ്റ് ഇത്രയും നീണ്ടു പോകാനുള്ള കാരണം എന്തായിരുന്നു? കൃത്യമായ തെളിവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു SIT. കുറെ നാളുകളായിട്ട് വൻമരങ്ങളിൽ ആരും അറസ്റ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടാത്തത് വലിയ വിമർശനത്തിന് വഴിവെച്ചിരുന്നല്ലോ. അപ്പോൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തിക്കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഈ ഒരു അറസ്റ്റ് SIT നടത്തിയത്. അത് പറയാൻ കഴിയില്ല. കാരണം SITയുടെ അന്വേഷണത്തിൽ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണം എങ്ങോട്ട് പോയി എന്നത് കൃത്യത ഇതുവരെ വന്നിട്ടില്ലല്ലോ. കുറച്ച് സ്വർണം അതുമായിട്ട് ബന്ധപ്പെട്ട 2-3 പോറ്റിയുടെ സുഹൃത്തുക്കൾ അവരെ നിന്ന് കിട്ടിയെന്നല്ലാതെ ഇവിടുന്ന് മൊത്തം എത്രത്തോളം സ്വർണം കടത്തിയിട്ടുണ്ട്, അതെങ്ങോട്ട് കടത്തി, അതിൻ്റെ പണം ആർക്കൊക്കെ വന്നു, ആരൊക്കെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടി, ആ കൂടെ എന്തെങ്കിലും പ്രയോജനം കണ്ഠരർക്കും തന്ത്രിക്കും കിട്ടിയോ എന്നുള്ളതൊക്കെ ഇനി അന്വേഷിച്ചു കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ശരിക്കും തന്ത്രിയെ കുരുക്കിയത് പത്മകുമാറിന്റെ മൊഴിയാണോ? അല്ല, പത്മകുമാർ പറഞ്ഞ കാര്യങ്ങൾ അത് കൃത്യമായിരുന്നു എന്നാണ് വരുന്നത്. കാരണം അയാൾക്ക് പരിചയപ്പെടുന്നതിന് മുമ്പ് തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ടെന്നുള്ളതാണ് വന്നിരിക്കുന്നത്. കാരണം പത്മകുമാർ 2019 കാലഘട്ടത്തിലെ പത്മകുമാർ വന്നിരിക്കുന്നുള്ളൂ അവിടെ. അതുകൊണ്ട് ഇനി അതിനു മുമ്പ് പോറ്റി അവിടെ ഉണ്ട്. അപ്പം പോറ്റി ആര് മുഖേന അവിടെ വന്നു എന്ന് നമുക്ക് ഇപ്പം കൃത്യതയില്ല. എങ്കിലും തന്ത്രിയുടെ ഒരു അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അയാളുടെ ചെറുപ്പകാലത്ത്. 2007 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഉണ്ട്, അവിടുത്തെ പൂജയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഉള്ള തെളിവുകൾ ഇപ്പം പുറത്തേക്ക് വന്നു കഴിഞ്ഞു. അതിനു മുമ്പ് അവിടെ പോറ്റി ഉണ്ടായിരുന്നോ? അതിനു മുമ്പ് പോറ്റിക്ക് അവിടെ എന്തെങ്കിലും ഇതുപോലെയുള്ള അസിസ്റ്റൻ്റ് തന്ത്രിമാരുടെ അസിസ്റ്റൻ്റായിട്ട് ജോലി എന്തെങ്കിലും ലഭിച്ചിരുന്നോ? എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു ബന്ധം അവിടെ വരുന്നത്? ഒരാൾക്ക് പ്രത്യേകമായിട്ട് ഈസി ആയിട്ട് അവിടെ കണ്ഠരര് രാജീവിൻ്റെ അടുത്തൊക്കെ ചെന്ന് പറ്റാൻ പറ്റില്ല. അത് പൂജയായിട്ട് അല്പസ്വല്പം ബന്ധമുണ്ടെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ അവർക്ക് അവരെ ഒരു അസിസ്റ്റൻ്റായിട്ട് നിർത്താൻ തന്നെ കഴിയുള്ളൂ. അപ്പം അവിടെ നേരത്തെ മുതൽ 98-99 കാലഘട്ടം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള വസ്തുത SITക്ക് അറിയാതിരിക്കാൻ അല്ലെ കണ്ടെത്തിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും പോറ്റി അവിടെ വന്നത് ഈ കണ്ഠര രാജീവ് മുഖേനയാണ് എന്നാണ് 2007 ആ ഫോട്ടോയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. ഇവിടെ പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ തന്ത്രിയുടെ പങ്ക് കൃത്യമായി മറച്ചുവെക്കാൻ SIT ശ്രദ്ധിച്ചിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അപ്പോൾ മുൻകൂർ ജാമ്യം തടയാനുള്ള നീക്കമായിരുന്നു ഇത്? ഇല്ല, എന്ത് വന്നാലും ശരി അങ്ങനെ ഒരു ശ്രമമൊന്നും ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തെ ചാർത്തിയ മോൾഡുകളെല്ലാം മോഷണം പോയി അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോയി. അവിടെ നിന്ന് അതിന് സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് പകരം സ്വർണം കുറച്ചൊക്കെ പൂശി കൊണ്ടുവന്ന് വെച്ചു എന്നൊക്കെയുള്ള വസ്തുതകൾ പുറത്ത് വന്നല്ലോ. അതൊക്കെ തന്ത്രിയുടെ അറിവില്ലാതെ നടക്കില്ല. തന്ത്രിക്ക് അത് തടയാമായിരുന്നു, എന്തുകൊണ്ട് തടഞ്ഞില്ല? പിന്നെ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ്റാണ്, പ്രസിഡൻ്റാണ് അവിടുത്തെ എല്ലാത്തിൻ്റെയും മുകളിലുള്ള ആള്. അങ്ങേര് പറയുന്നതിലൊക്കെ കുറേയൊക്കെ വകവെച്ച് കൊടുക്കേണ്ടി വരും തന്ത്രിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യത എന്താണ് നമുക്ക് വ്യക്തതയില്ല ഇപ്പം. എങ്കിലും ശബരിമലയിലെ പോറ്റിയുടെ പങ്ക് അങ്ങേർക്ക് ഇത് പണം സാമ്പത്തിക നേട്ടം എന്തെങ്കിലും ഉണ്ടാകുകയോ ഇല്ലയോ എന്നറിയില്ല. എങ്കിലും ഇത് കൊണ്ടുപോകാൻ പറ്റില്ല, തടയാമായിരുന്നു അങ്ങേർക്ക്. അത് അങ്ങേരുടെ ജോലിയുടെ ഭാഗമാണ്, അത് ചെയ്തില്ല. അതെന്തുകൊണ്ട് ആണ് അത് ചെയ്യാത്തത് എന്ന് അദ്ദേഹം ഇനി കോടതി പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ വാദഗതികൾ അങ്ങനെയായിരിക്കും ഇനി പോകുന്നത്. എന്തുകൊണ്ട് ശബരിമലയിലെ മേൽശാന്തിയായ താഴമൻ കണ്ഠര് രാജീവര് അത് തടയാതെ പോയതെന്ത്? അങ്ങനെ പിടിയിൽ നിൽക്കത്തില്ല. എങ്കിലും അങ്ങനെ ഒരു കുറിമാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെറ്റർ എഴുതി കൊടുക്കാമായിരുന്നു അദ്ദേഹത്തിന്, അത് റെക്കോർഡാക്കാമായിരുന്നു. അതും ചെയ്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റോള് എന്താണെന്ന് ഇനിയുള്ള ദിവസത്തെ അന്വേഷണത്തിലെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. തന്ത്രി കണ്ഠര രാജീവരുടെ അറസ്റ്റോടുകൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് ഇനി ഉറപ്പിക്കാനാകും? അന്വേഷണം ഇതുവരെ ശരിയായ ദിശയിൽ തന്നെയായിരുന്നു, അതിന് മാറ്റമൊന്നുമില്ല. ഇതുവരെയുള്ള അന്വേഷണം വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോയല്ലോ. കണ്ഠര രാജീവരെ അറസ്റ്റ് ചെയ്തപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അനുവാദമില്ലാതെ അവിടുന്ന് ഇതൊന്നും കടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. ആ അനുവാദം എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ള ഒരു വിശദീകരണം SIT കോടതിയിൽ അത് കൊടുക്കേണ്ടിയും വരും. കാരണം ഇദ്ദേഹത്തിൻ്റെ ഡിഫൻസ് എന്താണെന്ന്, ആ ഡിഫൻസിന് എന്തായാലും ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തിന് മോണിറ്ററി ബെനിഫിറ്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, എന്ത് നേട്ടത്തിനാണ് അനുവാദം കൊടുത്തത്, അത് ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ സർക്കാർ പറഞ്ഞല്ല ദേവസ്വം മന്ത്രി പറഞ്ഞതിൻ്റെ പേരിലാണ് എന്ന് അയാൾ മൊഴി കൊടുക്കണമല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവണം എന്ന് ഞാൻ കരുതുന്നു. അല്ലാതെ അദ്ദേഹത്തിന് ശബരിമലയിലെ ഈ സ്വർണം മോട്ടിച്ച് കൊണ്ടുപോകുന്നതിനെക്കാട്ടിലും കൂടുതൽ വരുമാനം അദ്ദേഹത്തിന് ഉണ്ട് ശബരിമലയിൽ ലഭിച്ചുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മോഷ്ടിച്ച് കിടത്തേണ്ട ഒരു ആവശ്യം, ഒരു മോട്ടീവ് ആ കാര്യത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം കൂടെ ഇനി SIT പറയേണ്ടി വരും. കാരണം സാമ്പത്തികമായി ശബരിമലയിലെ മേൽശാന്തിക്ക് നല്ല വരുമാനം ഉള്ളതാണ്.
കാരണം അവിടുത്തെ ഭക്തരെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നേരത്തെ സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ എന്ത് തിരക്കാണ്, അതിനൊക്കെ പണമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ശേഷം കണ്ടൊരു പല ദക്ഷിണേന്ത്യയിലെ പല ക്ഷേത്രങ്ങളിൽ പൂജിക്കുമ്പോൾ അവിടുന്നൊക്കെ നല്ല എമൗണ്ട് കിട്ടും. ശബരിമലത്തെ അവിടുത്തെ മേൽശാന്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാൾ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി ഇത് കൊടുക്കുമോ ഇല്ലയോ എന്ന് യുക്തിസഹമായി ചിന്തിക്കുന്ന ഒരാൾക്ക് തോന്നാം. കാരണം അതിന് മോണിറ്ററി ബെനിഫിറ്റ് വന്നിട്ടുണ്ടോ, കിട്ടിയിട്ടുണ്ടോ, അത് SIT ഇനി കണ്ടെത്തിയിട്ടുണ്ടോ, അതിന് ശേഷമാണോ അറസ്റ്റ് എന്ന് നമുക്ക് പറയാനൊക്കില്ല. കാരണം അത് അയാൾക്ക് തന്നെ അറിയായിരുന്നു മിക്കവാറും അറസ്റ്റ് ഉണ്ടാവുമെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ പിടിയിൽ നിൽക്കുന്ന ഒരു കാര്യം അദ്ദേഹം എന്തുകൊണ്ട് തടഞ്ഞില്ല. അതുകൊണ്ട് ആ ഒരു അറസ്റ്റ് നേരത്തെ മുതൽ ഇയാൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി സ്വാഭാവികമായും ഉയരാനുള്ള ചോദ്യം, കടകംപള്ളി ഉൾപ്പെടെയുള്ള നേതാക്കൾ, CPM-ന്റെ നേതാക്കൾ ഇപ്പോഴും സംശയ നിഴലിലാണ്. അപ്പോൾ കടകംപള്ളി പോലുള്ള വൻമരങ്ങൾ വീഴാനുള്ള സാധ്യതയുണ്ടോ? കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ? ആ സാധ്യത ഇനിയുണ്ട്, അറസ്റ്റിനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പണം ആരൊക്കെ കൈപ്പറ്റിയെന്നൊക്കെ അവരെയൊക്കെ അറസ്റ്റ് ചെയ്തില്ലേ പറ്റുള്ളൂ. ശബരിമലയിലെ സ്വർണം കട്ടുമോട്ടിച്ച് അതിൽ നിന്ന് കിട്ടിയ സാമ്പത്തിക ലാഭം ആരൊക്കെ ഷെയർ ചെയ്തു, എവിടൊക്കെ പോയി എങ്കിൽ അവരെല്ലാം ഇതിനകത്ത് പ്രതിയാവുമല്ലോ. അതിനകത്ത് ദേവസ്വം മന്ത്രിമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തില്ലേ പറ്റുള്ളൂ. ഇപ്പം മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട് കിട്ടിയില്ല എന്ന് ആണ് ഈ തന്ത്രിയുടെ വാദഗതിയെങ്കിൽ, ആ മോണിറ്ററി ബെനിഫിറ്റ് കിട്ടിയവരുണ്ടല്ലോ, കിട്ടിയവരപ്പം പ്രതിയാവില്ല. കിട്ടാത്ത ഒരാളും ചിലപ്പോൾ ഇപ്പം പ്രതി ആയല്ലോ. കാരണം അദ്ദേഹത്തിന് അത് തടയാമായിരുന്നു, ആ സാധനം വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതനുസരിച്ച് ദേവസ്വം ബോർഡ് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. കാരണം അതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് തന്ത്രി തന്നെയാണ്. ശബരിമലയിലെ പൂജയുടെയും അവിടുത്തെ ശബരിമല ദൈവത്തിൻ്റെയും ഒക്കെ ഒരു അതോറിറ്റി അത് തന്ത്രി തന്നെയാണ്. ആ തന്ത്രി പറയുന്നത് ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും അംഗീകരിച്ചേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇതുപോലെയുള്ള അമ്പലങ്ങളിലെ കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇദ്ദേഹം തടഞ്ഞില്ല? ഇനി അദ്ദേഹത്തിന് വല്ല ഭീഷണിയുണ്ടോ അത് നമുക്കറിയില്ലല്ലോ. എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അറസ്റ്റിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പറയുമോ എന്നറിയില്ല. എങ്കിലും കോടതിയിൽ വരുമ്പം എന്തുകൊണ്ടാണ് താൻ തടയാതിരുന്നത് എന്നൊരു വാദഗതി ചിലപ്പം അദ്ദേഹം പറയാം. താൻ എന്തുകൊണ്ട് അത് തടഞ്ഞില്ല, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തനിക്കൊരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് കണ്ടെത്തിയണമല്ലോ. എങ്കിലേ ആ കുറ്റച്ചാർജ് ഒരു ഡിഫക്റ്റ് ഇല്ലാതെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കണ്ഠരര് രാജീവര് അറസ്റ്റിലായിരിക്കുന്നു. CPM-ന് ചെറിയൊരു ആശ്വാസമുണ്ട്. പക്ഷേ ഇനിയും അന്വേഷണം നീളുകയാണ് എങ്കിൽ, വൻമരങ്ങൾ വീഴുകയാണ് എങ്കിൽ അത് സർക്കാർ പ്രതിരോധത്തിലാകാൻ ഇടയാകുമോ? സർക്കാർ എങ്ങനെയാണെങ്കിലും ഇപ്പം പ്രതിരോധത്തിലാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സർക്കാരിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരൊക്കെ പലരും അറസ്റ്റ് ചെയ്തല്ലോ. കാരണം സർക്കാരിൻ്റെ ഏറ്റവും അടുത്ത വൃത്തമാണല്ലോ പത്മകുമാർ, വാസു ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അവരൊക്കെ ഇപ്പം അറസ്റ്റിലായി, റിമാൻഡിലായി, കുറേ ദിവസം കൊണ്ട് സബ് ജയിലിൽ കിടക്കുകയാണ്. ഇപ്പം ശബരിമല കണ്ഠരരും തന്ത്രിയും ഇന്നിപ്പോൾ അറസ്റ്റായി. അദ്ദേഹത്തിനെ ഇന്ന് കൊല്ലം കോടതിയിൽ കൊണ്ടുപോയി വിജിലൻസ് കോടതി ഹാജരാക്കും. തീർച്ചയായിട്ടും റിമാൻഡ് ചെയ്യും. പൂജപ്പുര സബ് ജയിലിൽ കിടന്നേ പറ്റൂ. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED-യും കേസെടുത്തിട്ടുണ്ട്. അത് എത്രത്തോളം കുരുക്കാകാനുള്ള സാധ്യതയുണ്ട്? പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ടോ? ശബരിമലയിൽ നിന്ന് അവിടുത്തെ സ്വർണം മോട്ടിച്ച് ആ പണം വിദേശത്തോ നാട്ടിലോ അങ്ങനെ പണം വന്നിട്ടുണ്ട്. അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ED-ക്ക് കണ്ടുകെട്ടാം. പോലീസിനും കണ്ടുകെട്ടാനുള്ള അധികാരം. കാരണം തൊണ്ടി മുതൽ വിറ്റുള്ള പണം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോലീസിന് കണ്ടുകെട്ടാനുള്ളൂ. ഒരു കാര്യം കൂടി, ഈ അന്വേഷണം ക്ലൈമാക്സിലേക്ക് എത്തിയോ? ഇനി ഇപ്പോഴത്തേതുപോലെ എന്തെങ്കിലും ട്വിസ്റ്റുകൾ ഉണ്ടാകുമോ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ? അന്വേഷണത്തിൽ ധാരാളം ട്വിസ്റ്റുകൾ ഇനിയും വന്നല്ലേ പറ്റുള്ളൂ. കാരണം ഇപ്പം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് 98 മുതലുള്ള അന്വേഷണം, 27 വർഷത്തെ അന്വേഷണം, 4 ഗ്രൂപ്പായിട്ട് 4 സെക്ഷനായിട്ട് അന്വേഷിക്കാൻ SIT തീരുമാനിച്ചിട്ടുണ്ട്. അത് ഹൈക്കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. ഹൈക്കോടതി അത് അംഗീകാരം കൊടുക്കുകയും ചെയ്തു. അപ്പം 4 ഘട്ടങ്ങളായിട്ടാണ് അന്വേഷണം വരുന്നത്. അതുകൊണ്ട് അവിടേക്ക് എന്ത് സംഭവിച്ചു എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം.